എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ കുട്ടിയുടെ മാർക്കിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനടിക്കുന്ന ഒരാളാണോ നിങ്ങൾ? മാർക്ക് മാത്രം മതിയോ? ഈയൊരു ചിന്ത ഒരുപാട് രക്ഷിതാക്കൾക്കുണ്ടല്ലേ? അപ്പൊ അങ്ങനെ ഒരാളുടെ അനുഭവമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. സ്വന്തം മകനു വേണ്ടി ഒരു പുതിയ വഴി തന്നെ കണ്ടുപിടിച്ച ഒരമ്മയുടെ കഥയാണിത്. അതെ, ഇതാണ് ആ ചോദ്യം. മാർക്കാണോ വലുത് അതോ കഴിവുകളാണോ? പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നൊരു സംശയമാണത്. നല്ല മാർക്ക് മാത്രം മതിയോ ഒരു കുട്ടിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ? അതോ അതിനപ്പുറം വേറെ ചില കഴിവുകൾക്ക്, സ്കിൽസിന് പ്രാധാന്യമുണ്ടോ? ഈയൊരു ചിന്തയിൽ നിന്നാണ് നമ്മളിന്ന് സംസാരിച്ചു തുടങ്ങുന്നത്. ശരി, അപ്പൊ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഇതിലെ പ്രധാന ആൾ അനിതയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരവ് എന്ന കുട്ടിയുടെ അമ്മ. അപ്പോ തന്റെ മകന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അനിതയ്ക്കും ഉണ്ടായിരുന്നു ചില ടെൻഷനുകൾ. ഇന്നത്തെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് അവർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. നോക്കൂ, അനിത പറഞ്ഞത് എത്ര കൃത്യമാണെന്ന്. സ്കൂളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് മാർക്കുകളിൽ മാത്രമാണ്. പക്ഷേ ഒരു കുട്ടിക്ക് ശരിക്കും വേണ്ടതെന്തൊക്കെയാ? നന്നായി സംസാരിക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹരിക്കാനുള്ള കഴിവ്, ആത്മവിശ്വാസം, പിന്നെ സ്വന്തമായി ചിന്തിക്കാനുള്ള ശേഷി. ഇതൊക്കെ വേണ്ടേ? അപ്പോ പഠിച്ച നല്ല മാർക്ക് വാങ്ങുന്നതും ജീവിതത്തിൽ വിജയിക്കുന്നതും രണ്ടും രണ്ടാണെന്ന് അനിതയ്ക്ക് തോന്നിത്തുടങ്ങി. റിപ്പോർട്ട് കാർഡിലെ മാർക്കിനപ്പുറം ശരിക്കുള്ള ലോകത്ത് ജീവിക്കാൻ വേണ്ട സ്കിൽസ് ഒന്നും ആരവിന് കിട്ടുന്നില്ലല്ലോ എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പേടി. അപ്പോ ഈ ഒരു പ്രശ്നത്തിന് അനിത എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തി? നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരുന്നില്ല അത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തു നിന്നാണ് അതിനൊരു വഴി തുറന്നു കിട്ടിയത്. അതെ, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തൊരു പോസ്റ്റർ, അതാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ്, അല്ലെങ്കിൽ ISC. ചുമ്മാ അതിന്റെ ഒരു ഇൻട്രോ സെഷൻ കേട്ടു നോക്കിയതാണ്. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോ അനിതയ്ക്ക് എന്തോ ഒരു പുതിയ പ്രതീക്ഷ തോന്നി. അതിന്റെ ഫസ്റ്റ് സെഷന് അവർ ചാർജ് ചെയ്തത് എത്രയാണെന്നറിയോ? വെറും 51 രൂപ. അതെ, 51 റുപ്പീസ്. അപ്പോ അനിത ചിന്തിച്ചു, വെറും 51 രൂപയല്ലേ, നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് അവരതിൽ ചേരുന്നത്. അപ്പോ എന്താണ് ഈ ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ്? എന്നാണ് ഇവര് ശരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇത് സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ ഒരു ട്യൂഷൻ സെന്റർ അല്ലായിരുന്നു. തീർച്ചയായുമല്ല. അവർ ഫോക്കസ് ചെയ്തത് കമ്മ്യൂണിക്കേഷൻ, കോൺഫിഡൻസ്, പിന്നെ സയൻസിലെ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, എന്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിക്സ് വരെ അവർ പഠിപ്പിച്ചു. അതായത് സ്കൂളിൽ പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നതിന് പകരം ഒരു കുട്ടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് എന്തൊക്കെ കഴിവുകൾ വേണോ അതിനായിരുന്നു ISC പ്രാധാന്യം കൊടുത്തത്. പക്ഷേ സ്വാഭാവികമായും ഒരു സംശയം വരും, അല്ലേ? സ്കൂളിലെ പഠിത്തം കഴിഞ്ഞ് ഇതിനും കൂടെ പോകുമ്പോൾ കുട്ടികൾക്ക് ഭാരമാവില്ലേ? ഇത് മറ്റൊരു ട്യൂഷൻ ക്ലാസ് പോലെ തന്നെയല്ലേ? എന്നാൽ അങ്ങനെയല്ല. ISCയുടെ രീതി തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. സാധാരണ ട്യൂഷനുകൾ എപ്പോഴും എക്സാം, മാർക്ക് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ISC ഫോക്കസ് ചെയ്തത് കുട്ടികളുടെ സ്കിൽസ് വളർത്തുന്നതിലാണ്. പിന്നെ വേറൊരു പ്രധാന വ്യത്യാസം എന്താന്ന് വെച്ചാൽ, പഠനത്തിൽ എപ്പോഴെങ്കിലും ഒരു സഹായം വേണമെന്ന് തോന്നിയാൽ മാത്രം അവരൊറ്റയ്ക്ക്, അതായത് 1-to-1 സപ്പോർട്ട് കൊടുക്കും. അല്ലാതെ എല്ലാ ദിവസവും പോയിരുന്ന് പഠിക്കേണ്ട ഒരു സിസ്റ്റം അല്ല. ശരി, അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇതുകൊണ്ടൊക്കെ ആരവിന് എന്തെങ്കിലും മാറ്റമുണ്ടായോ? ഒരു വർഷത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോ അവൻ എങ്ങനെയായി? അനിത എടുത്ത ആ തീരുമാനം ശരിയായിരുന്നോ? അനിതയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ മാറ്റം എത്ര വലുതായിരുന്നു എന്ന്. ആരവിലെ അവർ ആഗ്രഹിച്ച പോലെയൊരു പോസിറ്റീവ് മാറ്റം തന്നെ വന്നു. എന്തൊക്കെയായിരുന്നു ആ മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കാമല്ലേ? ഒന്നാമതായി, അവന്റെ കോൺഫിഡൻസ് അത് നന്നായി കൂടി. ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ടു വരാനുമൊക്കെയുള്ള ഒരു ധൈര്യം അവന് കിട്ടി. ISCയിലെ ഗ്രൂപ്പ് ആക്ടിവിറ്റികളും പ്രസന്റേഷനുകളുമൊക്കെ ആവാം അവനെ ഒരുപാട് സഹായിച്ചത്. രണ്ടാമത്തെ കാര്യം, അവന്റെ എക്സ്പ്രഷൻസ്, അതായത് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള കഴിവ്. സ്വന്തം അഭിപ്രായങ്ങളും ഐഡിയകളുമൊക്കെ അവൻ വളരെ വ്യക്തമായി പറയാൻ തുടങ്ങി. ടീം വർക്കിലൊക്കെ പങ്കെടുത്തതിന്റെ ഒരു ഗുണമായിരിക്കാം അത്. പക്ഷേ ഇതിലെല്ലാം ഉപരിയായി വന്ന ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ആരവ് സെൽഫ് ഡ്രിവണായി. അതായത് കാര്യങ്ങൾ സ്വയം ചെയ്യാൻ തുടങ്ങി. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ്, ഒരു ഉത്തരവാദിത്ത ബോധം, അതൊക്കെ അവനിലുണ്ടായി. ആരും പുറകിൽ നിന്ന് തള്ളാതെ തന്നെ അവൻ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ശീലിച്ചു. അപ്പോ ഈ ഒരു വർഷത്തെ അനുഭവത്തിൽ നിന്ന് അനിത എന്ത് നിഗമനത്തിലാണ് എത്തിയത്? ഒരു രക്ഷിതാവ് എന്ന നിലയിൽ അവർ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്തായിരുന്നു? നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യമില്ലേ, അതിനുള്ള ഉത്തരം അനിതയുടെ ഈ വാക്കുകളിലുണ്ട്. ഇന്നത്തെ കാലത്ത് മാർക്കിനേക്കാൾ പ്രധാനം സ്കിൽസ് തന്നെയാണ്. കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും മാറണം.
നല്ല മാർക്ക് വേണം, പക്ഷെ അതിനൊപ്പം തന്നെ ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള കഴിവുകൾ കൂടി കുട്ടികൾക്ക് കൊടുക്കണം. അത് വളരെ അത്യാവശ്യമാണ്. അതെ, അനിത പറഞ്ഞ ഈ കാര്യമാണ് ഈ അനുഭവത്തിന്റെ എല്ലാം കാതൽ. ഓരോ കുട്ടിയുടെ ഉള്ളിലും ഒളിഞ്ഞിരിക്കുന്നൊരു കഴിവുണ്ട്. ആ കഴിവിനെ കണ്ടെത്താനും അത് വളർത്തിയെടുക്കാനും സഹായിക്കുക. ISC അതിന് ഒരു നല്ല അവസരം ഒരുക്കിയെന്നാണ് അനിത വിശ്വസിക്കുന്നത്. അപ്പം നമ്മളിത് പറഞ്ഞു നിർത്തുമ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. നിങ്ങളുടെ കുട്ടിയുടെ ഉള്ളിലെ ആ യഥാർത്ഥ കഴിവ്, ആ ഒരു സ്പാർക്ക് എന്താണ്? അതിനെ പുറത്തു കൊണ്ടുവരാൻ മാർക്കുകൾക്കപ്പുറത്തേക്ക് നമുക്ക് അവർക്ക് എന്തൊക്കെ നൽകാൻ പറ്റും? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.